ദീപാവലിക്ക് ശേഷം ഉയർന്ന ആ വായു മലിനീകരണ തോത് അത് ഡൽഹിയിൽ ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഇന്നും വളരെ മോശം അവസ്ഥയിലാണ് വായു ഗുണനിലവാര സൂചിക തുടരുന്നത്. ആനന്ദ് വിഹാർ, ITO ഉൾപ്പെടെയുള്ള ആർക്കെപുരം ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ ഇടങ്ങളിലെല്ലാം 300-ന് മുകളിൽ ആണ് ഈ വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ക്ലൗഡ് സീഡിംഗിന്റെ ഭാഗമായി 3 ഇടങ്ങളിലായിട്ട് ഈ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ നടത്തിയിരുന്നു. ഇന്നും 2-3 ഘട്ടങ്ങളിലായി ഉണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെയും അത്തരമൊരു കൃത്രിമ മഴ പെയ്യിക്കാനായി സാധിച്ചിട്ടില്ല. പൊതുവെ ഇതിന്റെ മേഘങ്ങളുടെ ഉയരവും അതുപോലെ അതിലെ ഈർപ്പത്തിന്റെ അംശവുമെല്ലാം ആണ് ഇതിന് ഈ കൃത്രിമ മഴ പെയ്യിക്കാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ. പക്ഷേ അത് പ്രതികൂലമായി നിൽക്കുന്നതാണ് ഇപ്പോഴും ഈ കൃത്രിമ മഴ പെയ്യിക്കാനായിട്ടുള്ള സാധ്യതകളിലേക്ക് എത്താത്തത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും വാട്ടർ സ്പ്രിംഗ്ലർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ വായു മലിനീകരണം ആ തോത് കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഇടയിൽ പല രാഷ്ട്രീയ ആക്ഷേപങ്ങളും BJP സർക്കാരിന് കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഡൽഹിയിലെ വായു മലിനീകരണ തോത് അത് ഉയർന്ന അളവിൽ തന്നെ തുടരുകയാണ്.